ഒരു മാസം മുൻപ് വരെ ഇന്ത്യയും അമേരിക്കയും അവർ 21ാം നൂറ്റാണ്ടിലെ വലിയ സഖ്യകക്ഷികളായിരുന്നു. മോദിയും ട്രംപും അവർ സുഹൃത്തുക്കളുമായിരുന്നു. മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ആശ്ലേഷിക്കാറുമുണ്ടായിരുന്നത്. ഇന്ന് രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഒരു വാണിജ്യ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. റഷ്യയുടെ കയ്യിൽ നിന്നും എണ്ണ വാങ്ങുന്നത് തന്നെയാണോ ഇന്ത്യയെ ശിക്ഷിക്കാനുള്ള ട്രംപിന്റെ തീരുമാനത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം? And as you know, we put a 50% tariff on India. कभी भी समझौता नहीं करेगा. आज भारत तैयार है. ഞങ്ങൾ പറയും, നിങ്ങൾ അനുസരിക്കണം. ഇതാണ് പലപ്പോഴും അമേരിക്കൻ നയം. ഞങ്ങൾ റഷ്യൻ എണ്ണ വാങ്ങുന്നില്ല, ഞങ്ങൾ ആ രാജ്യത്തെ ഉപരോധിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങളും റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യേണ്ട. ഇതാണ് ട്രംപ് പറയുന്ന കാര്യം. റഷ്യൻ ഇന്ധനത്തിന് മേൽ ആരാണ് ഉപരോധം ഏർപ്പെടുത്തിയത്? ഏതു രാജ്യത്തിനും റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങാം എന്നുള്ളതാണ്. കാരണം ഒരൊറ്റ കണ്ടീഷനുണ്ട്. എന്താണ് ആ കണ്ടീഷൻ? നിലവിലെ ആഗോള ഇന്ധന വിലയിൽ നിന്നും കുറച്ചു മാത്രമേ റഷ്യക്ക് മറ്റു രാജ്യങ്ങൾക്ക് ഇന്ധനം വിൽക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് ഒരു പ്രൈസ് ക്യാപ്പ് നിലവിലുണ്ട്, അതായത് ഒരു പ്രൈസ് സീലിംഗ് ഉണ്ട്. ഈ പ്രൈസ് സീലിംഗ് കൊണ്ടുവന്നത് എന്താണ്? പ്രൈസ് സീലിംഗ് ഏർപ്പെടുത്തിയത് G7 രാജ്യങ്ങളാണ്. ഇന്ധനവില എത്ര തന്നെ ഉയർന്നാലും $60 താഴെ മാത്രമേ ഈ റഷ്യക്ക് ഇന്ധനം വിൽക്കാൻ സാധിക്കുകയുള്ളൂ. ബാരലിന് $60 താഴെ മാത്രമേ ഇന്ധനം വിൽക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ കുറഞ്ഞ വിലയ്ക്ക് റഷ്യ എണ്ണ വിൽക്കുന്നു. നിയമപരമായി തന്നെ ഇന്ത്യ അത് വാങ്ങുന്നു. പക്ഷേ ഇതിനെ ട്രംപ് ചിത്രീകരിക്കുന്നത് എങ്ങനെയാണ്? And as you know, we put a 50% tariff on India on oil. They're the second largest. They're very close to China in terms of the purchase of oil from Russia. But so I don't know if that had anything to do with it. But we've had very productive talks today. Yes. അങ്ങനെ ട്രംപ് ഈ ഒരു നീക്കത്തെ ചിത്രീകരിക്കുന്നത് ഈ റഷ്യ യുക്രൈൻ യുദ്ധത്തിന് ഇന്ത്യ ഇന്ധനം നൽകുന്നു, ഇന്ത്യ അവർക്ക് പണം നൽകുന്നു എന്ന രീതിയിലൊക്കെയാണ് ട്രംപ് ഈ വിഷയത്തെ ചിത്രീകരിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്ന കാര്യമാണ് നമ്മൾ പരിശോധിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ ലോകത്തെ രണ്ടാമത്തെ വലിയ ഇന്ധന ഉൽപാദക രാജ്യമാണ് റഷ്യ എന്ന് പറയുന്നത്. ഒരു ദിവസം റഷ്യ ഉൽപ്പാദിപ്പിക്കുന്നത് 9.5 മില്യൺ ബാരൽസ് ആണ്. 9.5 മില്യൺ ബാരൽ ക്രൂഡ് ഓയിലാണ് ഒരു ദിവസം റഷ്യ ഉൽപ്പാദിപ്പിക്കുന്നത്. അതായത് ആഗോള വിതരണത്തിന്റെ 11% വരും ഇത്. പക്ഷേ 2022 നമ്മൾ ഈ കാണുന്നതായിരുന്നില്ല സ്ഥിതി. അതായത് റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയ സമയത്ത് അന്ന് യൂറോപ്പ് റഷ്യയ്ക്ക് മേൽ വലിയൊരു ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് അവർ കുറച്ചു. മാത്രമല്ല, കടൽ മാർഗമുള്ള എണ്ണ ഇറക്കുമതി അവർ നിർത്തലാക്കുകയും ചെയ്തു. പകരം പൈപ്പ് ലൈൻ മാത്രം ഉപയോഗിച്ച്, നമുക്കറിയാം നോർഡ് സ്ട്രീം പൈപ്പ് ലൈൻ വഴിയുള്ള വാതക വിതരണം അത് മാത്രമേ പിന്നീട് ഉണ്ടായിരുന്നുള്ളൂ. കടൽ മാർഗമുള്ള എല്ലാ ഇറക്കുമതികളും യൂറോപ്പ് അവസാനിപ്പിച്ചു. അത് യൂറോപ്പിനെ വലിയ രീതിയിൽ ബാധിച്ചു. അവിടെ ഇന്ധനവില ഉയർന്നു, ഉൽപ്പന്നമില്ലാത്ത അവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിച്ചേർന്നു. അങ്ങനെ 2022 ഓയിൽ പ്രൈസ് ബാരലിന് $137 എന്ന പടുകൂറ്റൻ നിലയിലേക്ക് എത്തി. 2022 യൂറോപ്പിൽ ആകമാനം. നമുക്കിനി ഒരു ഗ്രാഫ് പരിശോധിക്കാം, ഈ എങ്ങനെയാണ് ഇന്ധനവില എത്തിയത് എന്ന്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഗ്രാഫ്, അതായത് ഇതിപ്പോ ഉപരോധം, ഈ നിലവിലെ ഉപരോധം കൊണ്ട് യൂറോപ്പ് കരുതിയിരുന്നത് റഷ്യൻ ഇന്ധനത്തിന് ഡിമാൻഡ് കുറയുമെന്നും റഷ്യ തകരുമെന്നും ഒക്കെയായിരുന്നു. പക്ഷേ സംഭവിച്ചത് മറിച്ചാണ്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഇന്ത്യയുടെ കേസാണ്. 2022 നോക്കൂ, റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് റഷ്യയിൽ നിന്നുള്ള ഓയിൽ പർച്ചേസ് 0.2% അത് എത്തി നിൽക്കുന്നത് 36%. അതായത് പ്രൈസ് ക്യാപ്പ് 0.2 തുടങ്ങുന്നു, ഇപ്പോൾ എത്തിയിരിക്കുന്നത് 36%. അതായത് പ്രൈസ് ക്യാപ്പ് ഉള്ളതിലും കുറച്ചാണ് റഷ്യ ഇപ്പോൾ ഇന്ത്യക്ക് ഇന്ധനം നൽകുന്നത്. ഇന്ത്യക്ക് മാത്രമല്ല, ചൈനയ്ക്കും റഷ്യ പ്രൈസ് ക്യാപ്പിൽ നിന്നും കുറഞ്ഞ വിലയ്ക്കാണ് ഇന്ധനം നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ച് ഇത് നല്ലൊരു ഡീലാണ്. റഷ്യയിൽ നിന്ന് മാത്രമല്ല, ഇറാനിൽ നിന്ന് നമ്മുടെ രാജ്യം എണ്ണ വാങ്ങുന്നുണ്ട്. നോക്കൂ, 2007 12% ഇറാനിൽ നിന്നുള്ള ഇന്ധന ഇറക്കുമതി 2007. പക്ഷേ ഇപ്പോൾ നമ്മുടെ രാജ്യം ഇറാനിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യുന്നില്ല. കാരണം ഉപരോധം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാനിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഇപ്പോൾ നിലച്ചിരിക്കുകയാണ്. പക്ഷേ ഇറാനിൽ നിന്നും ഇപ്പോഴും എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ലോകത്തെ ഒരു രാജ്യമുണ്ട്. അതാരാണെന്നറിയാവോ? ചൈന.
ചൈന ഇപ്പോഴും ഇറാനിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അതും പ്രതിദിനം 1.4 മില്യൺ ബാരൽ എണ്ണ ചൈന ഇറാനിൽ നിന്നും വാങ്ങുന്നുണ്ട്. ഓക്കെ, ഇനി ഞാൻ എൻ്റെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് തന്നെ തിരികെ വരികയാണ്. എന്തുകൊണ്ട് റഷ്യൻ ഓയിലിന് ഉപരോധമില്ല എന്നുള്ള കാര്യം. ട്രംപ് എന്തുകൊണ്ട് റഷ്യൻ ഓയിലിന്, അമേരിക്ക എന്തുകൊണ്ട് റഷ്യൻ ഓയിലിന് ഉപരോധം ഏർപ്പെടുത്തുന്നില്ല? 3 കാരണങ്ങൾ പറയാം. ഇതിൽ ഒന്നാമത്തെ കാര്യം, അമേരിക്കയുടെ സഖ്യകക്ഷികളെ റഷ്യൻ എണ്ണ പൂർണ്ണമായി ഉപരോധിച്ചാൽ അത് വളരെ ദോഷകരമായി ബാധിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. കാരണം ഇപ്പോഴും യൂറോപ്പിലെ പല രാജ്യങ്ങളും റഷ്യൻ പൈപ്പ് ലൈൻ വഴി, നോർഡ് സ്ട്രീം വഴി ഇപ്പോഴും ഇന്ധനം വാങ്ങുന്നുണ്ട്. രണ്ടാമത്തേത്, ഓയിൽ പ്രൈസ് ക്യാപ്പ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ പ്രൈസ് ക്യാപ്പ് എന്ന് മാറ്റുകയാണെങ്കിൽ ലോക വിപണിയിൽ ക്രൂഡ് വില കുതിച്ചുയരും. വിദഗ്ധർ പറയുന്ന അനുസരിച്ച് $200 വരെ ബാരലിന് ഉയരുമെന്നാണ്. നോക്കൂ, നിലവിൽ ബാരലിന് 65.92, അതായത് 65.92 എന്ന് പറയുമ്പോൾ ഏറെക്കുറെ $66, അതാണ് ബാരലിന്. ഇതിനെ റൗണ്ടാക്കിൽ 66 ബാരലാണ്, $66 ഒരു ബാരലിന്. ഇത് 200ലേക്ക് എത്തുമെന്നാണ് പറയുന്നത്. അങ്ങനെ $200 എത്തിയാൽ എന്തായിരിക്കും സംഭവിക്കുക? അവിടെ പണപ്പെരുപ്പം റോക്കറ്റ് പോലെ കുതിച്ചു വരും. അത് ലോകത്തെ ആകെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൈസ് ക്യാപ്പിനെ ഇങ്ങനെ നിലനിർത്തേണ്ടത് അമേരിക്കയുടെ കൂടി ആവശ്യമാണ്. ഇനി റഷ്യൻ എണ്ണയ്ക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തിയതിൻ്റെ മൂന്നാമത്തെ റീസൺ പറയും. ഉപരോധം ഏർപ്പെടുത്താത്തതിൻ്റെ മൂന്നാമത്തെ റീസൺ, അത് എല്ലാ പേരെ കൊണ്ടും ഈ ഉപരോധം അംഗീകരിപ്പിക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കില്ല എന്നുള്ളതാണ്. കാരണം റഷ്യ നമുക്കറിയുന്ന പോലെ UN-ന്റെ സ്ഥിരാംഗമാണ്. എന്തെങ്കിലുമൊക്കെ ഒരു ഉപരോധം റഷ്യയ്ക്ക് മേൽ ഏർപ്പെടുത്താൻ അമേരിക്ക ഒരു നീക്കം നടത്തിയാൽ സ്വാഭാവികമായിട്ടും റഷ്യ അവരുടെ വീറ്റോ പവർ ഉപയോഗിക്കും എന്നുള്ളതാണ്. ഇനി ഇപ്പോൾ ഇന്ത്യക്ക് മേൽ വിജയം കൈവരിക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞു എന്ന് വിചാരിക്കൂ. അതായത് ഇന്ത്യയെ കൊണ്ട് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി നിർത്തലാക്കാൻ അമേരിക്കയ്ക്ക് സാധിച്ചു, ട്രംപിന് സാധിച്ചു. റഷ്യയിൽ നിന്നും ഇന്ധനം വാങ്ങുന്നത് ഇന്ത്യ നിർത്തിയാൽ എന്താകും സംഭവിക്കാൻ പോകുന്നത്? പിന്നീട് 2 കാര്യങ്ങൾ അല്ലേ. അതിൽ ഒന്നാമത്തേത്, ഇന്ത്യക്ക് വീണ്ടും വെസ്റ്റ് ഏഷ്യയെ ആശ്രയിക്കേണ്ടി വരും എന്നുള്ളതാണ്. രണ്ടാമത്തേത്, ചൈന കൂടുതൽ കരുത്തരാകും എന്നുള്ളത്. ഇതിൽ ആദ്യത്തെ റീസൺ പരിശോധിച്ചാൽ ഇന്ത്യ വെസ്റ്റ് ഏഷ്യയെ ആശ്രയിക്കേണ്ടി വന്നാൽ ഇപ്പോൾ തന്നെ ആവശ്യക്കാരാൽ നിറഞ്ഞിരിക്കുകയാണ് വെസ്റ്റ് ഏഷ്യ. ഇനി ഇന്ത്യ കൂടി എത്തിയാലോ ഓയിൽ പ്രൈസ് വീണ്ടും ഉയരും എന്നുള്ളതാണ്. രണ്ടാമത്തെ റീസൺ, റഷ്യയിൽ നിന്നും ഇന്ത്യ ഇന്ധനം വാങ്ങുന്നത് നിർത്തിയാൽ അത് ചൈനയ്ക്ക് കൂടുതൽ ഇന്ധനം ലഭിക്കുന്നതിന് ഇടയാക്കും. അതും നിലവിലുള്ളതിലും ഇളവുകൾ നൽകിക്കൊണ്ട്. സത്യത്തിൽ ആഗോള എണ്ണ വിപണിയെ ഒരു പരിധിവരെ ബാലൻസ് ചെയ്യുന്നത് പോലും നമ്മുടെ രാജ്യമാണ്, ഇന്ത്യയാണ്. ഇപ്പോൾ ഈ താരിഫ് വിഷയത്തിൽ ഉന്നതതല യോഗങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ അടുത്ത നീക്കം എന്തെന്ന് കാത്തിരുന്ന് കാണാം.